പ്രിയപ്പെട്ട കുട്ടികളെ, അടിസ്ഥാന പാഠാവലിയിൽ പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്നതാണ് ഒന്നാമത്തെ യൂണിറ്റ്. അതേ പ്രാർത്ഥന, ഹരിതമോഹനം, വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്നീ 3 പാഠങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുഗതകുമാരിയുടെ നിങ്ങളെൻ ലോകത്തെ എന്തു ചെയ്തു എന്ന കവിതയിലെ ഏതാനും വരികളാണ് പ്രവേശകമായി തന്നിട്ടുള്ളത്. ഒരു തള്ളക്കിളി അരുമക്കുഞ്ഞുങ്ങൾക്ക് ഇരയുമായി ഇതാ തിടുക്കത്തിൽ പറന്നണയുന്നു. പെട്ടെന്നവൾ നടുങ്ങുന്നു, പിടയുന്നു, ചുറ്റിപ്പറന്നുഴലുന്നു. അവളുടെ വിളി മനുഷ്യഭാഷയിൽ ഇതായിരിക്കാം എന്നെനിക്കു തോന്നുന്നു. നിങ്ങളെൻ ലോകത്തെ എന്തു ചെയ്തു, നിങ്ങളെൻ ലോകത്തെ എന്തു ചെയ്തു. തള്ളക്കിളി തൻ്റെ അരുമക്കുഞ്ഞുങ്ങൾക്കുള്ള ഇരയുമായി വളരെ വേഗം കൂടിനടുത്തേക്ക് പറന്നെത്തിയപ്പോൾ പെട്ടെന്നവൾ നടുങ്ങുകയാണ്. കാരണം ആ കൂടിരുന്ന മരം തന്നെ അവിടെ കാണാനില്ലാത്ത അവസ്ഥ. പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരത, അതാണ് ഈ വരികളിലൂടെ സുഗതകുമാരി വ്യക്തമാക്കുന്നത്. നിങ്ങൾ എന്ന് ഇവിടെ കിളിയിലൂടെ സുഗതകുമാരി വിശേഷിപ്പിക്കുന്നത് മനുഷ്യരാശിയെ ഒന്നടങ്കമാണ്. സ്വന്തം സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി പ്രകൃതിയെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ്റെ ദുർനയങ്ങളെക്കുറിച്ച് ഏറെ വേവലാതിപ്പെടുന്ന ഒരു കവയിത്രിയാണ് സുഗതകുമാരി. വസന്തത്തോടർത്ഥിച്ചതു വെറുതെയായില്ല, തേന്മാവടിമുടി പൂങ്കുലകൾ അണിഞ്ഞു നിന്നു. ഒരു പൂവും കൊഴിയാതെ ഉണ്ണികൾ വിരിഞ്ഞു, പിന്നീട് ഒരുണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വന്നു. സമൃദ്ധി മുറ്റിടും തോറും കുനിയുകെന്നറിവുറ്റോരനധ്യായം പഠിപ്പിച്ചിതതിനെ ചൂണ്ടി. വേനൽ ചുഴന്നൂതിയൂതി അതിൻ നിക്ഷേപമോരോന്നും മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. 1000 കണ്ണന്മാർ പാഞ്ഞുകേറി കൊമ്പുകളിൽ, 1000 കാക്കകൾ അതിൽ പറന്നു വീണു. 1000 കൊച്ചടികൾ അത്തണൽ വിരിയിൽ പതിഞ്ഞു. മായിക നഗരം പോൽ അത്തോപ്പു ചമഞ്ഞു. അയൽപാതവക്കത്തന്ന് വഴിപ്പണിക്കുടച്ചിട്ടോരു ഉരുളൻ കല്ലുകൾക്കൊക്കെ ചിറകും വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മാമരം കലുഷമാം സ്വർലോകത്തിൻ നടയിങ്കൽ കരഞ്ഞു നിന്നു. പിന്നത്തെ വസന്തത്തോടും അർത്ഥിക്കയായി ഭഗവാനെ തന്നരുൾകെനിക്കു വീണ്ടും സഫല ജന്മം. വേറെന്തുള്ളൂ വരമെൻകൾ ദേവനാക്രോശിച്ചു. സാധോ വേദനയ്ക്കു വേണ്ടിത്താനോ ചോദിപ്പൂ വീണ്ടും. പരിസ്ഫുരത് പ്രഭാതാംശു പതിയും പല്ലവം മെല്ലെ ചലിക്കുമാറമ്മാകന്ധം
മൊഴിഞ്ഞിദേവം. സമൃദ്ധി തൻ കണ്ണീർ എത്ര പുളിച്ചാലും വരം, അയ്യോ ദരിദ്രന്റെ മരവിപ്പാണ് അസഹനീയം. എല്ലുറപ്പുള്ള കവിത എന്നാണ് ഇടശ്ശേരി കവിതയെ വിശേഷിപ്പിക്കാറ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരെ ശക്തിയുടെ കവി എന്നും. അദ്ദേഹം കാർഷിക കേരളത്തിൻ്റെ കവി കൂടിയാണ്. ലളിത സുന്ദര കാന്ത പദാവലികളുടെ മഞ്ഞണിപ്പൂനിലാവിൽ കുളിച്ചു നിന്ന കവിതയെ ജീവിതത്തിൻ്റെ പരുക്കൻ നേരുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇടശ്ശേരി. കാൽപ്പനികതയെ രാഷ്ട്രീയത്തോടും ജീവിതത്തോടും കൂട്ടിയിണക്കിയ കവി. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനോഹരമായി അവതരിപ്പിക്കുന്ന കവിതകൾ. കഥ പോലെ പറയുന്ന കവിതയാണ് അതേ പ്രാർത്ഥന. ഏറെ വ്യംഗ്യാർത്ഥങ്ങളുള്ള അഥവാ ധ്വന്യാർത്ഥങ്ങളുള്ള കവിതയാണിത്. വസന്തത്തോടുള്ള ആത്മാർത്ഥമായ അതിൻ്റെ ഫലം എന്ന പോലെ മാവ് നിറയെ പൂക്കുന്നു. സമൃദ്ധി നിറഞ്ഞ മാവ് അണ്ണാനും കിളികളും ആശ്രയമാക്കി മാറ്റുന്നു. കുട്ടികൾ മാഞ്ചുവട്ടിലേക്ക് ഓടിയെത്തുന്നു. മനോഹരമായ കൂട്ടായ്മകൾക്ക് മാവ് കാരണമായിത്തീരുന്നു. തൻ്റെ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷത്തോടെ മാവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകി. സമൃദ്ധി വർദ്ധിക്കും തോറും അല്ലെങ്കിൽ ഉയരത്തിലെത്തും തോറും എളിമ പുലർത്തുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. പ്രത്യുപകാരം പ്രതീക്ഷിക്കാത്ത പരോപകാരത്തിൻ്റെ നന്മയാണ് പ്രകൃതി പോലും പഠിപ്പിക്കുന്നത്. ഫലമുള്ളിടത്തെ വിമർശനങ്ങളും ഉണ്ടാവൂ എന്ന ലോക സത്യമാണ് ഏറെ നന്മ ചെയ്തിട്ടും കല്ലേറുകൊണ്ട് പുളയുന്ന മാവിൻ്റെ അനുഭവത്തിലൂടെ കവി പറയുന്നത്. ഫലങ്ങൾ തീർന്ന മാവ് തന്നെ മാങ്കനികൾ കൊണ്ട് അനുഗ്രഹിക്കാൻ ദേവനോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അല്ലയോ സാധോ, ഇനിയും വേദനിക്കാനാണോ നീ ചോദിക്കുന്നത് എന്ന ദേവന്റെ ചോദ്യത്തിന് ഇല്ലായ്മകളുടെ മരവിപ്പിനേക്കാൾ സുന്ദരം സമൃദ്ധിയുടെ കണ്ണീരുപ്പാണ് എന്ന മറുപടിയാണ് മാവിന് നൽകാനുണ്ടായിരുന്നത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കാനാണ് കുമാരനാശാനും പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്ക് തൻ്റെ ജീവിതം ഉപകാരപ്പെടണം, അങ്ങനെ ജന്മസാഫല്യം നേടാനാണ് മാവ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോഴുള്ള വേദന ആനന്ദകരവും ആത്മസംതൃപ്തി നൽകുന്നതുമാണ് എന്ന മഹത്തായ ജീവിത വീക്ഷണമാണ് കവിത അവതരിപ്പിക്കുന്നത്. പരോപകാരമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന ഏറെ സമകാലിക പ്രസക്തിയുള്ള സന്ദേശം കവിത പറയുന്നു. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ കാരണമാകുമ്പോഴാണ് നമ്മുടെ ജീവിതവും അർത്ഥവത്താവുന്നത്. സമൃദ്ധി മുറ്റിടും തോറും കുനിയുക എന്ന തിരിച്ചറിവ് സമൃദ്ധിയിലും അറിവിലും അഹങ്കരിക്കുന്നവർക്ക് മാതൃകാപരമാണ്. വിമർശനങ്ങളിൽ പതറാതെ അത് പ്രചോദനമായി ഉൾക്കൊണ്ട് ജീവിതം സഫലമാക്കണം. ഏറെ വ്യംഗ്യാർത്ഥങ്ങളുള്ള കവിതയാണിത്. കവിയെ തേന്മാവായും മാങ്ങകളെ കവിതകളായും മാവിൻ തോപ്പിലെ മായിക നഗരത്തെ കവിതകൾ വായനക്കാർക്ക് പകരുന്ന അനുഭൂതികളായും കാണാം. മാങ്ങയ്ക്കു നേരെ വരുന്ന കല്ലുകൾ കവിതയ്ക്ക് നേരെ വരുന്ന വിമർശനങ്ങളാണ്. ഫലങ്ങൾ കായ്ക്കുന്ന മാവിലേ കല്ലെറിയൂ എന്ന ലോകസത്യത്തെ അംഗീകരിക്കാനും അത് ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുമാണ് കവി ആഗ്രഹിക്കുന്നത്. സർഗാത്മകതയും സാഹിത്യവും നേരിടുന്ന വിമർശനങ്ങളെയും പീഡനങ്ങളെയും അതിജീവനത്തിൻ്റെ കരുത്തായി മാറ്റണം എന്ന ആഹ്വാനം കൂടിയാണ് കവിത. വിമർശനങ്ങളെ അതിജീവിച്ച് വീണ്ടും തൻ്റെ കാവ്യവൃക്ഷത്തിൽ കവിതകളാകുന്ന മധുരഫലങ്ങൾ നിറയ്ക്കുകയാണ് കവി. നാലിതൾ പൂവ് എന്ന ഇടശ്ശേരി കവിതയും ഇതേ ആശയമാണ് പറയുന്നത്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. പണിമുടക്കം എന്ന കവിതയിൽ എനിക്കിതേ വേണ്ടൂ പറഞ്ഞു പോകരുതിത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം എൻ്റെ പണിപ്പുര എന്ന കവിത. കല്ലുകൾക്ക് ചിറക് എന്ന പ്രയോഗം
കവിയുടെ കാവ്യാത്മകമായ വരികൾക്ക് ഉദാഹരണമാണ്. വേനൽ ഉലയിൽ ഉരുക്കിത്തന്നെ നിക്ഷേപങ്ങളെ മാണിക്യമാക്കുക തുടങ്ങിയ ഒട്ടേറെ പ്രയോഗങ്ങൾ ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു.